നമസ്കാരം. കാലാവസ്ഥ പ്രവചനാതീതമായി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് മഴ, ഒരിടത്ത് ചൂട് എന്ന രീതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ പലയിടങ്ങളിൽ പല രീതിയിലുള്ള സ്വഭാവം കാഴ്ചവെക്കുന്ന രീതിയിലേക്ക് കാലാവസ്ഥ മാറിയിരിക്കുന്നു എന്ന് ചില വാർത്തകൾ സൂചിപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടുകയാണ്. ഈ ന്യൂനമർദ്ദം ചെന്നൈ കാലാവസ്ഥാ കേന്ദ്രം അതായത് RMC അറിയിക്കുന്നതാണ് ഇത്തരത്തിലൊരു ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നുള്ളത്. ഇത് തമിഴ്നാടിനോടൊപ്പം തന്നെ കേരളത്തിലും മഴ നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഭൂമധ്യ രേഖാ പ്രദേശത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് തിങ്കളാഴ്ച രാത്രിയോ ചൊവ്വാഴ്ച രാവിലെയോ ന്യൂനമർദ്ദമായി മാറിയേക്കുമെന്നാണ് നിരീക്ഷണം. ചൊവ്വാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിയ ശേഷം ശ്രീലങ്ക ലക്ഷ്യമാക്കി നീങ്ങും. നേരത്തെയുള്ള നിരീക്ഷണങ്ങളിൽ ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുമെന്ന് കരുതിയിരുന്നുവെങ്കിലും പുതിയ വിവരങ്ങൾ അനുസരിച്ച് കന്യാകുമാരി വഴി അറബിക്കടലിൽ എത്താനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അവസാന വാരത്തിൽ കേരളത്തിന്റെ മധ്യമേഖല മുതൽ തെക്കോട്ട് മഴ സാധ്യത പ്രതീക്ഷിക്കാം. ന്യൂനമർദ്ദത്തിന്റെ ട്രാക്ക്, തീവ്രത തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിരിക്കും. കേരളത്തിലെ മഴ സാധ്യത തെക്കൻ ജില്ലകളിൽ ഇടത്തരം മഴ പ്രതീക്ഷിക്കുന്നു. മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കും. ഇപ്പോഴത്തെ സൂചന പ്രകാരം വടക്കൻ കേരളത്തിൽ വരണ്ട കാലാവസ്ഥ തുടരും. കേരളത്തിൽ ഇന്നലെ ഒറ്റപ്പെട്ട മഴ ലഭിച്ചിരുന്നു. ശ്രീലങ്കയിൽ കനത്ത മഴയ്ക്കും പ്രളയത്തിനും സാധ്യത ഏറെയാണ്. 16 മുതൽ 19 വരെയാണ് ശ്രീലങ്കയിൽ മഴയ്ക്ക് സാധ്യത. വടക്ക് കിഴക്കൻ ശ്രീലങ്കൻ തീരത്തിന് അരികിലൂടെ തമിഴ്നാട് ആന്ധ്ര തീരഭാഗത്തേക്ക് എത്തുന്നത് എങ്കിൽ കേരളത്തിൽ, പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിൽ ചില ഭാഗങ്ങളിലായി ഇടിമിന്നലോടുകൂടിയ ഇടത്തരം അല്പം ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തെക്കൻ ശ്രീലങ്കയ്ക്കും മാലിദ്വീപിനും ഇടയിൽ ആയുള്ള ഭാഗത്തായി തെക്കൻ തമിഴ്നാട് തീരത്തിന് കുറച്ചും അകലത്തായി എത്തുന്നത് എങ്കിൽ കേരളത്തിൽ കൂടുതൽ പ്രദേശങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ ലഭിക്കാനും ചില ഭാഗങ്ങളിൽ കനത്ത മഴ ലഭിക്കാനും സാധ്യത ഏറെയാണ്. ഇത് രണ്ടുമല്ലെങ്കിൽ കിഴക്കൻ ശ്രീലങ്ക തീരത്തിന് അകലമായി തന്നെ കുറച്ചധികം ദിവസങ്ങൾ കറങ്ങി പിന്നീട് തെക്കേ ദിശയിൽ സഞ്ചരിച്ച് ഇല്ലാതാവാനും സാധ്യത ഏറെയാണ്. ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്കിൽ കേരളത്തിൽ ഏതാനും ചുരുക്കം ചില ഭാഗങ്ങളിൽ ആയി മാത്രം മഴ, ഇടിമിന്നലോടുകൂടിയ മഴയും ലഭിക്കാനും സാധ്യത ഏറെയാണ്. ഫെബ്രുവരി 20-21 അല്ലെങ്കിൽ അതിനുശേഷമായാണ് മേലെ പറഞ്ഞ മഴ സാധ്യതകൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ മഴ സാധ്യതയിൽ ഉടൻ വ്യക്തത വരും. അതായത് MJO ആണ് ഇതിനെ കുറിച്ച് ഉള്ള വിശദീകരണം നൽകുന്നത്. അതായത് മാഡൻ ജൂലിയൻ ഓസിലിയേഷൻ സജീവമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തുടരുന്നതിനാൽ തന്നെ മഴ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കേണ്ടതാണ്. ഏതായാലും അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ വെതർ സിസ്റ്റത്തിന്റെ ശക്തി, സഞ്ചാരപാത, കേരളത്തിലെ മഴ സാധ്യതകൾ എന്നിവയിൽ കൂടുതൽ വ്യക്തത ഉണ്ടായേക്കും. ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ ഇടുക്കി, എറണാകുളം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന കിഴക്കൻ ഭൂമധ്യരേഖ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 17-18 തീയതികളിൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന കിഴക്കൻ ഭൂമധ്യരേഖ, ഇന്ത്യൻ മഹാസമുദ്രം, തെക്കൻ ശ്രീലങ്കൻ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 19-ാം തീയതി തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന കിഴക്കൻ ഭൂമധ്യരേഖ, ഇന്ത്യൻ മഹാസമുദ്രം, തെക്കൻ ശ്രീലങ്കൻ തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മേൽപ്പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. ഉയർന്ന താപനില മുന്നറിയിപ്പും കൂടി ഈ ഒരു സാഹചര്യത്തിൽ വരുന്നുണ്ട്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്ന റിപ്പോർട്ടുകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തപ്പെടുന്നത് എന്നും അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗം ഉള്ളവർ, നേത്രരോഗങ്ങൾ ഉള്ളവർ, ക്യാൻസർ രോഗികൾ, മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം.
പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായും ആയിരിക്കും ഉചിതം. യാത്രകളിലും മറ്റും ഇടവേളകളിൽ തണൽ വിശ്രമിക്കാൻ ശ്രമിക്കുക. മലമ്പ്രദേശങ്ങളിൽ, ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുവെ UV സൂചിക ഉയർന്നതായിരിക്കും. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും ഉയർന്ന UV സൂചിക ഉണ്ടാവും. ഇതിന് പുറമെ ജലാശയം, മണൽ തുടങ്ങിയ പ്രതലങ്ങൾ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത്തരം മേഖലകളിലും UV സൂചിക ഉയർന്നായിരിക്കും കാണപ്പെടുക.